നാളെ കേരളം ജനവിധി തേടുമ്പോൾ വലിയ വിജയപ്രതീക്ഷയിലാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ML അശ്വിനി. മോദി ഗ്യാരണ്ടി ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത് വലിയ സ്വീകാര്യതയാണെന്നും അശ്വിനി ജനം ടിവിയോട് പ്രതികരിച്ചു. ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയെന്നും ഇടതുവലത് മുന്നണികളെ കൈവിട്ട് വികസന രാഷ്ട്രീയത്തെ ചേർത്തു പിടിക്കുകയാണെന്നും അശ്വിനി വ്യക്തമാക്കി. പ്രചാരണത്തിന്റെ ഓരോ വേളയിലും അതുകൊണ്ടുതന്നെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചതെന്നും അശ്വിനി പറഞ്ഞു. 50 ഡേയ്സ് നല്ല ശക്തമായിട്ടുള്ള എഫേർട്ടാണ് ഇട്ടിട്ടുള്ളത്. നല്ല എല്ലാ ഒരു 7 വിധാനസഭ മണ്ഡലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ അവിടെ ജനങ്ങളെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ജനങ്ങളെ സ്വീകരണം നല്ല രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ആദ്യമായിട്ട് പോകുമ്പോൾ കുറച്ച് ഒരു ഇതുണ്ടെങ്കിലും പക്ഷേ രണ്ടാമത്തെ ഘട്ടത്തിൽ മൂന്നാമത്തെ ഘട്ടത്തിൽ പോകുമ്പോൾ ആൾക്കാർ എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. നല്ല രീതിയായിട്ട് ആൾക്കാർ എന്നെ ഐഡൻറ്റിഫൈ ആക്കുന്നുണ്ട്. NDA സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും മോദി ഗ്യാരണ്ടിയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ സ്വീകരിക്കുകയാണ്. ഈ പ്രാവശ്യം തീർച്ചയായിട്ടും അവർ കാസർഗോഡ് ലോക്സഭ സ്ഥാനാർത്ഥിയായിട്ടുള്ള NDA സ്ഥാനാർത്ഥിയുള്ള എനിക്ക് തീർച്ചയായിട്ടും വോട്ടിടും എന്ന് പറഞ്ഞെങ്കിൽ മോദിജി കുറേ പ്രൈം മിനിസ്റ്ററായിട്ട് വന്ന ശേഷം നിരവധി വികസന കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് ഒരു 315 മെഡിക്കൽ കോളേജസ്, 390 യൂണിവേഴ്സിറ്റീസ്, 15 എയിംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതേ കാലഘട്ടത്താണ് ഇവിടുന്ന് MP ജയിച്ചിട്ട് പോകുന്നത്. പക്ഷേ 5 വർഷം കൊണ്ട് ഇവർക്ക് എന്ത് വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് കാസർഗോഡ് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. സോ the people of the Kasaragod are well educated and they are seeing the medias and they are eagerly waiting for the development of Kasaragod. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് കാസർഗോഡ് ജനങ്ങൾ ഈ പ്രാവശ്യം NDAക്ക് അവർ വോട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കന്നിയംഗം മറക്കാനാകാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. കാസർഗോഡിന്റെ വികസനം തന്നെയാണ് ലക്ഷ്യം. വലിയ ഒരു ഇലക്ഷൻ കാണാൻ ഞാൻ മത്സരിച്ചത്. അപ്പോൾ എക്സ്പീരിയൻസ് പറഞ്ഞെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്ക് പഠിക്കാൻ കുറേ ഉണ്ടായി, പഠിച്ചു. അതേപോലെ കാണാത്ത സ്ഥലങ്ങളെല്ലാം ഉണ്ടായി, കണ്ടു, ആൾക്കാരെ ഞാൻ കണ്ടു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ബിക്കോസ് ഇതൊരു നല്ല രീതിയിലായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ജനങ്ങൾക്കും എന്നെ നല്ല രീതിയിൽ അവർ എന്നെ സ്വീകരണം ചെയ്യുന്നുണ്ട്. I am very happy about this. 100% വിജയം അതിലൊരു ഡൗട്ടില്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് the Kasaragod people are waiting eagerly for the development of Kasaragod. വിജയത്തിൽ 100% ആത്മവിശ്വാസമുണ്ടെന്നും മോദി ഗ്യാരണ്ടി തന്നെയാണ് അതിനുറപ്പെന്നും ML അശ്വിനി വ്യക്തമാക്കി. ജനം, കാസർഗോഡ്.